ഇതേതാ പന്നിയായിരുന്നു. കൂമ്പിടിച്ച് കാട്ടുന്നു അമ്മേനെ. ആ കാഴ്ചയാണ് കൊല്ലാൻ നോക്കുന്നു. പട്ടാപ്പകൽ യുവതിയെ ഉമ്മ വെച്ച് കൊല്ലുന്ന ഭീകരൻ പിടിയിൽ. അതും ഈ ജന്മം. അതാ അതാ മമ്മ കുഞ്ഞാറ്റീനെ കണ്ടോ? എവിടെ കുഞ്ഞാറ്റി? അതെവിടുന്നാ? എവിടുന്നാ? എവിടെ? ഏത് നടത്തിയ? അയ്യോ എന്റെ വിഡ്ഡി. ഞാനല്ലേ വിഡ്ഡി, നീയല്ലേ പൊട്ടൻ. എന്താ പൊട്ട അവിടെ ഇരിക്കുന്ന? ഇങ്ങോട്ട് ഇറങ്ങി വാ. മഴയില്ലടോ. മഴയില്ലടോ. ഇല്ലല്ലോ. ഇന്ന് മഴ പെയ്യാത്ത ദിവസം ഇറങ്ങി വാ. ഇറങ്ങടാ നീ. വേറെ എന്തെങ്കിലും? എല്ലാം തരാം വാ. തരാം വാ. ഇറങ്ങി വാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഓറിയോ മതിയോ? ഓറിയോ ഉള്ള ഡയറി മിൽക്ക് എന്നാ വാ തരാം. ഇങ്ങോട്ട് ഇറങ്ങി വാ. മമ്മ അതിങ്ങ് എടുത്തോട്ടോ കയ്യില്. വാ 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 വാ. ആ ചാടി വാ. ഓടി വാ. ആടി വാ. വീണ് വാ. അതിപ്പൊ പൊട്ടിക്കും മമ്മ ആ കൊച്ച്. മേടിച്ചിട്ട് 2 ആഴ്ച ആയില്ല. അതാണല്ലോ ഇവിടുത്തെ പതിവ്. അതാ നോക്കട്ടെ. ആ മരത്തിൽ കെട്ടിവെച്ച് എങ്ങനെയാ കാണാടാ? എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ദൈവമേ കാല്. ഓഹോഹോ ഞാനൊരു നരി, എന്നെന്നും കേറുന്ന നരി, ഈ ജന്മം. അതാ നല്ല മാസായിട്ട് ഇറങ്ങാനുള്ള പുലി മുരുകി. ഒടിയനാവിന് ഒടിയനാവിന് അടുത്ത് നിൽക്കുന്നവരെ ഒടിയനില്ല. ഞങ്ങളിപ്പോ അതാ അതാ ഇതേതാ പന്നിയായിരുന്നു. ഈ ഒടിയനെ ആർക്ക് നിലക്ക് നിർത്താൻ പറ്റും? ഒടിയനെ ഓടിച്ചിട്ടെന്റെ കൈതേ. അയ്യോ ചക്ക ഡയറി മിൽക്ക് കേട്ടിട്ടുണ്ടോ? ഇതാണത്. നിറച്ച് ഡയറി മിൽക്ക് അതിന്റെ ഉള്ളില്. മണമൊന്നുമില്ല അതിന്. നല്ലതാണ്. അല്ല മണത്ത സ്ഥിതിക്ക് ഒന്ന് നോക്കട്ടെ. വംശനാശം വന്നു. നമ്മുടെ കടച്ചക്ക. 7 കടപ്ലാവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? സത്യം. നോ ചക്ക നത്തിങ്. എന്തുവാടാ അതിന്റെ അടിക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ടോ? ഇതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ കരുതിയില്ല. അതാ കൊമ്പ് വരെ ഒടിഞ്ഞു പോയി. നോക്കിട്ട് തല അടക്കം വാടിപ്പോയി. എങ്ങനെ വാടാതിരിക്കും? ഇതുകൊണ്ടോ ഈ പ്രാവശ്യം കടച്ചക്ക വളരെ കുറവാണ് കേട്ടോ നമ്മുടെ കടപ്ലാവില്. അല്ലെങ്കിൽ എന്റെ ദൈവമേ ഒരു മഴയായിരിക്കും കേട്ടോ. നമ്മള് കറി വെക്കും. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷും അമ്മ ഉണ്ടാക്കും. തേങ്ങാപ്പാലി പുഴുങ്ങും. ടേസ്റ്റ് അറിയോ? ഇപ്പൊ തേങ്ങയ്ക്ക് വിലയാ. തേങ്ങയില്ല. നന്നായതുകൊണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെ അതിട്ട് മുക്കിയേനെ. എല്ലാ ദിവസവും കഴിക്കേണ്ടത്. ശരി അമ്മേ. നന്നായി. ഗായ്സ് അപ്പോഴേ നമ്മൾക്കിതേ ഇഷ്ടം പോലെ കടപ്ലാവുണ്ട്. 3 എണ്ണം
ഇതിന് ഇവിടെ 4 അല്ല 3 പിന്നെ ഇത് ഒരെണ്ണം അവിടെ. മോസ്റ്റ് ആണ് എന്റെ ഗായ്സ്. നമ്മുടെ താഴെ വീട് ഇരുന്ന സ്ഥലം ഇതാ ഇവിടെയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനേ കഴിയുന്നില്ല. ആയിട്ടുള്ള വീടായിരുന്നു വരുന്നത്. ആ വീട് എങ്ങനെയാ അവിടെ ഇരുന്നേന്ന് ഇത്രയും കുഞ്ഞു സ്ഥലത്ത്. ഇത് അവിടെ രക്ഷിപ്പനെ നിപ്പുണ്ട്, കരിമ്പന. അതാ 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 എന്താ വീണത്? യക്ഷിപ്പന കരിമ്പന എന്ന് പറഞ്ഞിട്ടാ. ഈ പറമ്പില് പലതും ഉണ്ട് കേട്ടോ. ഈ പറമ്പില് ഒത്തിരി മിസ്റ്റീരിയസ് ആയിട്ട് കാര്യങ്ങള്. ഈ പറമ്പ് പറയില്ലേ? നമ്മുടെ പറമ്പ്. സോറി, നമ്മുടെ പറമ്പ് ഇത് ഈ വിശാലമായി കിടക്കുന്ന മൊത്തം നമ്മുടെ പറമ്പാണ് ഗൈസ്. ഈ പറമ്പിൽ ഒത്തിരി മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങള്, ഒരു കാര്യമല്ല ഒത്തിരി കാര്യങ്ങളുണ്ട്. കുറച്ച് ഹൊററാണ്. അപ്പൊ നമുക്കതൊക്കെ ഓൺ ദ വേ പറയാം. അമ്മച്ചി മോസ്റ്റ് ആയിട്ട് അമ്മച്ചിക്ക് അറിയാം, പക്ഷെ അമ്മച്ചിക്ക് എന്നോട് പറയാൻ പേടിയാ. ഞാൻ കിടന്ന കാറെന്ന് വെച്ചത് ഞാൻ കാറോ ഇപ്പൊഴൊന്നുമല്ല, പറമ്പല്ലേ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? അയ്യോ ഓടി പനയ യക്ഷി ഉണ്ടായിരുന്ന യക്ഷി കാര്യമില്ല. നമ്മളിത് വീഡിയോ നമ്മൾ പറഞ്ഞില്ലല്ലോ ഗൈസ്. നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ കഴിഞ്ഞപ്പോ ജസ്റ്റ് നമുക്ക് പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങാൻ നമ്മൾ ഓർക്കണം. അയ്യോ ഇത് ക്യാമറയിൽ അറിയാതെ. ഓ അല്ലേ, ചതഞ്ഞൂല്ല. നമ്മളില്ലേ പറമ്പിലേക്ക് മഴയൊക്കെ കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ നോക്കണേ. എന്താന്ന് ഓർച്ചിട്ടുണ്ടെങ്കിലാ പറമ്പിന്റെ അവസ്ഥ എന്താ നമുക്ക് അറിയോ? യെസ്, അപ്പൊ അത് അറിയാൻ വേണ്ടിട്ടാണ് നമ്മളെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഒച്ച കേൾക്കുന്നുണ്ട്. ഈ കൊച്ചി ഇത് വെച്ചിട്ട് എന്നെ അയ്യോ ഒരു അപ്പൊ ഇന്ന് പങ്കലില്ല. കൊച്ചെന്തായാലും നമ്മൾ പിടങ്ങും. നിങ്ങൾ അതിനെ കൂടുതൽ പോകാന്ന് പറയുള്ളൂ. വഴക്കൊക്കെ ഞങ്ങൾ ചെറിയായിട്ട് വഴക്കൊക്കെ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കണം. ഇതേ നമ്മുടെ ജുവാനെ വീടിന്റെ കുറച്ച് വാലിനും തീ പിടിച്ച് ഓടുന്നുണ്ട്. അപ്പൊ ഞാൻ അതെ അതെന്താ തീ പിടിച്ച് വെച്ചാണോ കേട്ടെ? എടാ നീ വാലിന് തീ പിടിച്ച് ഓടിയിട്ട് എന്ത് കാര്യം? ഈ ക്യാമറമാൻ പറഞ്ഞ ഗായ്സ് കൊല്ലാൻ നോക്കുന്നു. പട്ടാപ്പകൽ യുവതിയെ ഉമ്മ വെച്ച് കൊല്ലുന്ന ഭീകരൻ പിടിയിൽ, അതും കടച്ചക്കയുമായി. അയ്യോ ഒരു സാമദ്രോഹി വന്ന് ഉമ്മ വെച്ചു. കടുവയും പുലിയൊക്കെ ഉണ്ടോന്ന് ആർക്കറിയാം. എനിക്കൊന്നിനെ പേടിയില്ല. ഞാനല്ലേ കടുവയും പുലി. ആകെയുള്ള ഈ ആയുധം ഞാനെന്നുള്ള വലിയ ആയുധല്ലേ. പിന്നെ എന്തിനാ ഗായ്സ് പേടിക്കുന്നേ? ഒറ്റ അയ്യോ എന്റെ ബഹളി ഒന്ന് നടക്ക്. എന്താണ് എന്നെ വിളിച്ചോ? പേയ്മെന്റ് ഉറക്കും. ഞാൻ പറഞ്ഞു എന്താന്നറിയോ, വീഡിയോ എടുക്കുന്നതിന്റെ പേയ്മെന്റ്. എന്റെ കൈ ഒടിച്ചു. ഞാൻ പിന്നെ തലയും കൊണ്ട് എടുക്കോ? അപ്പൊ നമുക്ക് താഴേക്ക് കൊടുക്കാം. നമ്മളെ സ്ഥിതിഗതികൾ എന്താണെന്ന് നമുക്ക് അറിയാം. എന്താ എന്താ തിന്നത്? അരിയോ പുല്ലോ എന്തോ തിന്നു. കുട്ടിമണിയമ്മ അത് ഞാൻ വിരിക്കോ? ക്യാമറമാൻ വീണാനും കുഴപ്പമില്ല, ക്യാമറയ്ക്കൊന്നും ഇല്ല. സ്കൂണിയുടെ ഒക്കെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് മുഴങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇടിമല്ലൊക്കെ നമുക്ക് പോയി നോക്കാം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം അരിക്കൂണുണ്ടായ സ്ഥലത്ത് കൂണുണ്ടായി നമുക്ക് നോക്കാം. ഈ പ്രശ്നം നമ്മുടെ കൂണുണ്ടാക്കുന്ന ഒട്ടിപ്പൊടി വ്ളോഗ് നമ്മൾ എടുക്കും. പക്ഷെ കൂണ് വേണം, അതാ പ്രശ്നം. വാ കൊണ്ടുപോണ്ടവര് കൊണ്ടുപോയില്ലേ? വാവ്, എനിക്കിപ്പോ വിലയും കൂടിയാ. അപ്പൊ വീഴുന്നത് നോക്കി ചെവി ഇവിടെ ഇട്ടിട്ട് പോവും. അല്ലെങ്കിലേ മുറ്റത്ത് നിന്ന് എന്താ പറയാ ഒരു ചെറിയ വാഴക്കൊല പോലും കിട്ടാറില്ല. പിന്നെയാണ് ഇവിടെ കിടക്കുന്ന തേങ്ങ. ഇതാണ് ഇവിടെ മെയിൻ സ്പോട്ട്, കൂണുണ്ടാവുന്ന സ്ഥലം. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും കൂണ് ഇവിടെ ഉണ്ടാവാതിരിക്കും. വിത്ത് കൂണ് തിന്ന കാണണ്ടേ? നിങ്ങൾക്ക് തിന്നണ്ടേ? തിന്നണോ വേണ്ടേ? പറയ്. ഇത് നമ്മുടെ പുളിമരാണ്. പുളിമരം. അതാ വീഴ് പുളിമരം കണ്ടോ? ഇതാണ് നമ്മുടെ പുളിമരം.
പുളി ഒരിക്കലും കായ്ക്കാത്ത പുളിമരമാണ്. പുളിമരമാണ്. കാരണം നമുക്ക് അത്യാവശ്യമാണ് പുളി. അതെ, അതെ, അവിടെ ഒരു പുളിമരം നിൽപ്പുണ്ട്, അത് അവരുടെ പറമ്പിലത്തെ പുളീന്റെ മേളാണ് ചോട്ടിൽ. നടക്കാൻ പറ്റില്ല ആ വഴി കൂടെ. ആ 2 പുളിമരം ഉണ്ട്, അവർക്ക് വേണ്ട. നമുക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണല്ലോ കായ്ക്കാത്ത, വെട്ടിക്കളയേ എന്ന് ഞാൻ പറയില്ല. മരം ഒരു മരമാണ്, കാരണം തണലാണ്, ഒരിക്കലും ഞാൻ വെട്ടിക്കളയാൻ പറ്റില്ല. കായ്ച്ചില്ല, ഇതിന് വേണ്ടില്ല, നീ ഇവിടെ നിന്നോ കേട്ടോ ഉമ്മ കേടാ. ശരി, മരാണ് തലയാട്ടി. അപ്പം ഇതാണ് പുളിയില അല്ലേ? തളിരെല്ലാം പറിച്ച് തിന്നും ഗൈസ്. നമ്മള് മൂത്തത് തിന്നാ. എന്താ ഈ ക്യാമറമാന്റെ മേത്ത് തുപ്പരുതെന്ന് അറിയത്തില്ല. ഓ, കാട് മൊത്തം ഫോറസ്റ്റ് ആയി കിടക്കുന്നുണ്ടോ? കണ്ടു ഗൈസ്. എന്താലേ? അതെ, എന്തൊരു കാട് അവിടെ. ഫോറസ്റ്റ് ആണ് ഗൈസ്. ഈ ഫോറസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് വെട്ടിക്കൂടെ? അതന്നെ, എന്താണ് ഗൈസ്, നിങ്ങൾക്ക് വന്ന് വെട്ടി. അതന്നെ, എന്താ താഴെ വീട് എടുത്തിട്ട് മറച്ചിട്ടേക്കാണ് വഴിയില്ലാതെ. നമ്മുടെ ഫസ്റ്റത്തെ വഴി ഈ വഴിക്കായിരുന്നു. ആ വഴിയില്ലാതാക്കി. ഇപ്പൊ ആ വഴി ഇല്ലാതാക്കിയിട്ടുണ്ട്. അതാ അടുത്തേട്ടാ, അടുത്തേട്ടാ. നല്ലത്. ഇപ്പൊ എത്രാമത്തെ എണ്ണിയായിരുന്നോ? 5. 5 6 ഇല്ല 5 6, സോറി മറന്നു. നടക്കൂ. 2 ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാട്ടുചാമ്പ ഗൈസ്, കണ്ടോ? അതുണ്ടായില്ലല്ലോ. അതുണ്ടായിട്ടില്ല. ഇതിന്റെ പൂവാണ് നല്ല രസം തിന്നാൻ കേട്ടോ, നല്ല രസമാണ്. എനിക്ക് അതിന്റെ പൂവിന്റെ മൊട്ടാണ് കേട്ടോ. ഇവിടെ നിറച്ചുണ്ടായിട്ടുണ്ട്, ഇത് മരം നിറച്ചുണ്ടായിട്ടുണ്ട് ഗൈസ്. വാ, അടിപൊളിയാണ് ഗൈസ്. എന്റെ ഗൈസ്, എന്റെ ഗൈസ്, റൂപ്പ് തറ മസ്താന കണ്ടോ? എന്തിനാ എല്ലാരെയും അറിയിക്കുന്നേ നമ്മൾ ഇവിടേക്ക് വന്നൂന്ന്? അറിയട്ടെ. ഒരു വള്ളി കിട്ടോ തൂങ്ങാൻ? അതാ എന്താണ്? അയ്യോ, ടാർസിന്റെ ഞാൻ പറയുന്നില്ല, ഇവിടെ മനുഷ്യന് നേരെ നടക്കാൻ പറ്റില്ല. പുള്ളി കേറ്, വേഗം 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 കേറ്. അയ്യോ, എവിടെയാണ് വഴി പിന്നെ ഇല്ലാത്ത? അതെ 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 അതെ, 10,000 വഴി. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ ഒക്കെ. ഈ കൊച്ചിന് നേർച്ചയമ്മ ഇന്ന് 7. എന്റെ കൈ വിറയ്ക്കോ കണ്ടിട്ട്? ഇവനെന്ത് ചെയ്യണം? കൊല്ലണ്ടേ? നമ്മക്കുള്ള ഗിഫ്റ്റ് ഇന്നത്തെ യുവേഴ്സ് ഗിഫ്റ്റ്. അല്ല, നമ്മൾ ഈ വഴിക്ക് എങ്ങനെ കേറും അമ്മേ? അവിടെ ഇതെന്തിന്റെ കുളമ്പാ? മാന്റെ കുളമ്പാണ് ഗൈസ്. കണ്ടോ 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 കണ്ടോ, കുമ്പള ഇതുണ്ടോ? മാന്റെ കുളമ്പാണ് ഗൈസ്. ഇതുണ്ടോ? മാന്റെ കുളമ്പടികളാണ് ഇത്. ഏകദേശം നമ്മുടെ കാട്ടുപന്നീൻ്റെ ഒക്കെ ഇതുപോലെ തന്നെ തോന്നും. മാന്റെ ആണ് കേട്ടോ, മാന്റെ. ഇനിയിപ്പോൾ മാനിനെ പിടിക്കാൻ ആൾക്കാർ ഇറങ്ങിക്കോളും. പാവങ്ങൾ, അതുങ്ങളെ സൗകര്യമായിട്ട് ജീവിക്കാൻ ആരും സമ്മതിക്കില്ല. എന്റെ ഗായ്സേ, ഇത് കണ്ടോ? ഇല മുളച്ചാണ് ഈ ചെടിക്ക്. നോക്കി എന്ത് ഭംഗിയാലേ കാണാൻ. അതെ, ഒരു ഇളം കാറ്റും കൂടി വീശിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഒരു ഇളം കാറ്റ് വരുന്നുണ്ട്. അതെ, എന്റെ പ്രാർത്ഥന പ്രകൃതി കേട്ടു പോവാച്ചേ. നോക്ക്, എന്താലേ പറഞ്ഞ പാടത് കേട്ടത്? അതന്നെ കണ്ടോ, പ്രകൃതിയായിട്ട് നമ്മൾ അത്ര അറ്റാച്ച്ഡ് ആണ്. നമ്മളിപ്പോ പറഞ്ഞാൽ ചിലപ്പോ മഴ പെയ്യും. അതന്നെ, പക്ഷെ പറയില്ല. അതെ, കണ്ടോ? ഐ ലവ് യു ഗൈസ്. താങ്ക് യു താന. ഗൈസ്, ഇതിന്റെ പേരാണ് ഇലമുളച്ചി. അപ്പോൾ അതിന്റെ ഒരു ഇല കിടന്നാൽ മതി, അതിൽ വേര് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ എവിടെ കിടന്നാലും അവിടെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും കേട്ടോ. അതിന്റെ തണ്ടിനൊക്കെ വളരെ
കട്ടിയാണ്, അതുകൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ഇത് എത്രയൊക്കെ വെട്ടിക്കളഞ്ഞാലും ഇഷ്ടംപോലെ ഇത് ഉണ്ടാവും. നമ്മുടെ വിടേലിയെ പോലെ. ആ അതന്നെ. പക്ഷെ ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്തതാ കൂട്ടത്തോടെ അട്ടയല്ല, അട്ടയാണ് കൂട്ടത്തോടെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ മമ്മേ? അതെ, നല്ല രസമാണ് കേട്ടോ കാണാൻ. ശരി കേട്ടോ. ആ കാറ്റ് വരുമ്പോ ഇങ്ങനെ തല ഇങ്ങനെ ആട്ടുന്നത് സൂപ്പറാണ്. നമുക്ക് ഫ്രണ്ടിലേക്ക് കിടക്കാം. വഴി നോക്കാം. അപ്പൊ നമ്മളിതേ സർവൈവ് ചെയ്യാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അന്ന് കയറിയ പോലെ ചാടി കാരണം ഇതിലേ കൂടെ കയറത്തില്ലേ? ഡാന കേറാൻ പോണ. ഡാന ഞാൻ ഇതിലേ കൂടെ വരുന്നേ. ആ മരത്തില് വലിഞ്ഞു കയറി പൊക്കോളും. യെസ്, വെറുവാണ്. കാട്ടുപന്നികളുടെയും ഒക്കെ മെയിൻ ആയിട്ടുള്ള വഴിയിൽ കൂടെയാണ് നമ്മളിപ്പോ കേറാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഹെൽപ്പ് കഴിക്കോ? അതെല്ലാവർക്കും എന്നെ മതി. എന്റെ ഈ കൈ, എന്റെ ഈ കാൽ, എന്റെ ഈ അങ്ങോട്ട് വലിക്കരുതടാ, അവിടെ വലിക്കുവച്ചേ. ചേച്ചി എന്നെയും കൂടി ചാടി കേറണ്ട. എന്താ ചാടി കയറാൻ അറിയത്തില്ലേ? കാല് വെക്കാൻ സമ്മതിക്കൂ? അമ്മേ ഉരുട്ടിയിട് താഴെ. ഓ വലിയ ആളാണെന്ന വിചാരം. ഹായ്, നല്ല കാറ്റ് വീശുന്നു ഗൈസ്. നല്ല രസമുണ്ട്. മഴക്കുള്ള കാറ്റാണ്. ഇതേ കാർമേഘമൊക്കെ വരുന്നുണ്ട്. നമ്മൾ പുറത്തിറങ്ങാൻ പിന്നെ നമ്മുടെ പ്രകൃതി കാറ്റൊഴിക്കാണ്. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ല? പൈങ്ങളില്ലാത്തതിന്റെ വലിയ കുറുമ്പ് ആരെയും മുഞ്ചില്ലേ കണ്ടോ? ഇതിലെ കൂടെ ഒക്കെ നമ്മുടെ മാൻ നടന്നിട്ടുണ്ട്. അതെ, ഒന്ന് പ്രത്യക്ഷപ്പെടുവോ പ്ലീസ്? ഒന്ന് കാണാനാ. തീർപ്പിച്ച് അതിന്റെ കൊമ്പ ഞാൻ ഇരിക്കുന്ന കാണണോ? വേണ്ട. അയ്യോ ഗായ്സേ, ഒറ്റയാൻ വന്ന സീനാകും. നമ്മൾ ഇതിലെ കൂടെയാ ഇങ്ങനെ ഒരു വീശു വീശും. അത് തന്നെ. തേട്ടിലെടുത്തിട്ട് ഇങ്ങനെ പോകും. ഇങ്ങനെ തിമോനും പുമ്പയാണോ? തിമോൻ പുമ്പ. ആ അതുപോലെ ആവും. തിമോൻ ആൻഡ് പുമ്പ. പുമ്പ പുമ്പ ബുംബ ബുംബ ബുംബ. മുള്ളു. ദിസ് ഈസ് മുള്ളു, യു നോ. കൂറുമുള്ളു ഗൈസ്. ഇതിന്റെ തളിർപ്പ് തിന്നാൻ നല്ല നല്ല പുളിയാണ്, നല്ല രസമാണ് കഴിക്കാൻ. നല്ല മഞ്ഞ പൂവുണ്ടാകും. നല്ല രസമാണ് കഴിച്ച്. അതിന്റെ തളിർപ്പ് തിന്നാന് നല്ല പുളിയാണ് കേട്ടോ അല്ലേ വാവച്ചാ? സൂപ്പറാണ് കേട്ടോ. നമ്മുടെയൊക്കെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. വഴിയരികിൽ കൂടെ പോകുമ്പോഴും ഇവിടെ വരുമ്പോഴൊക്കെ നമ്മുടെ മോസ്റ്റ് ഫുഡ് ആയിരുന്നു അത്. ഒന്ന് പിടിക്കൂ, ഞാൻ എന്തോ കാണിക്കുന്നുണ്ട്. നോക്കൂ, അട്ടയാണോ സ്ഥാനത്ത് കടിക്കുന്നതെന്ന് നോക്കട്ടെ. വേഗം പൊക്ക്, കാണാൻ ആകർഷയുണ്ട്. പക്ഷെ ആകാംക്ഷയുണ്ട്. എന്താ എന്താ നാണമില്ലാതെ ഗൈസ് കോണ്ടത് നടക്കാം. ആ അതെ, മനസ്സിലായില്ലേ? തപ്പ് തപ്പ് തപ്പോ നമ്മളില്ലേ? നിങ്ങൾ ഉമ്മ വന്നു. ഞാൻ പക്ഷെ ചുണ്ടിട്ട് ഇടിക്കണ്ടായിരുന്നു. പേരക്ക പഴങ്ങൾ. ഇപ്പോഴാണ് ഗായ്സ് ഒരുപാട് മോസ്റ്റ് ആയിട്ട് പേരക്കകളും ഉണ്ടാവും. ഈ മഴക്കാലത്ത് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ അയ്യോ, കവറൊന്നും എടുത്തില്ലല്ലോ. മുണ്ടിലിടാം. അതാ തന്നെ കിളിനെ പോലെ പിന്നെ കാണട്ടെ. ചുണ്ടും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹെൽത്തിയാറായി ക്ലിയറാ. അത് തിന്നതാ.
മറ്റേ തിന്നാം. നല്ല മഴയില്ലേ? വവാലടിച്ചത് പറയോ? അതിന് വലിയ കാഴ്ച. അപ്പൊ ഇനി ഇത് കഴിച്ചാണ് വയറിറക്കാൻ പോണേ. ഗായ്സ് പേരക്ക ഉണ്ടെങ്കിൽ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല. എപ്പോഴും വായില് അയ വറക്കുന്ന പോലെ വറക്കും. അതാ അതൊരു പഴം. അയ്യോ അമ്മ പറഞ്ഞു അവിടെ ഉണ്ടെന്ന്. നമുക്ക് അവിടെ നമ്മൾ ജ്യൂസിലെത്താനും പേരക്കാലം കഴിക്കുന്ന രണ്ടെണ്ണം മോസ്റ്റ്. അയ്യോ നോക്കിക്കേ. ഹായ് അതൊക്കെ തിന്ന് വയറിറക്കണ്ട. അവിടെ വേറെ ഉണ്ട് ടേസ്റ്റ് ചെയ്യാൻ. അധികം പഠിച്ചത് എനിക്ക് ഇഷ്ടമല്ല. ബ്ലംബ്ലി ബ്ലുംബ്ലി മംബ്ലിയാണ്. രസമാണ്. ജ്യൂസ് അടിച്ച അടിപൊളിയാണ് കഴിച്ചേ. നോക്ക്. ശരി എനിക്കും അതെ. എനിക്ക് ഒരു ഇടത്തരം. ഓ അത് പിന്നെ അതിന്റെ ഇച്ചിരി ചെറുത്. എന്തായാലും ചിലപ്പോൾ ഉറുമ്പുണ്ടാവും. എന്നും കടിച്ചു. ആ വരുവാ. അട്ട 9ാമത്തെ അട്ട ഒന്ന് കൊല്ലുന്നെ. അത് തിന്നാൻ പറ്റുന്നില്ല. പോകുന്നുണ്ട് പിടിച്ചോ. അതിലെ ഇനി പറിക്കേണ്ട. അത് വരുമ്പോ പറിക്കാൻ അമ്മേന്റെ അടുത്തേക്ക് പോവാം. മുകളില് പിന്നെ പറിക്കാൻ പോവാം. ഉണ്ടല്ലോ പഴുക്കൂടും. ഇതൊക്കെ പഴുത്തത് നിൽക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. വയ്യ മമ്മ അയ്യോ കവായില് വെള്ളം നിറഞ്ഞു. അയ്യോ ഹായ്. കഴിഞ്ഞ പ്രാവശ്യം അത്രയും വെള്ളം ഇല്ലല്ലോ. മീനുണ്ടായിരുന്നു. നമ്മള് കൊണ്ടിട്ട മീനും അല്ലാത്ത മീനും എല്ലാ മീനും ഉണ്ടായിരുന്നു ഇല്ലേ വാറ്റി? അതെ. അതാ എന്റെ ചെരുപ്പ് കൂട്ടി കിടക്കുന്നു. അതാ നടക്ക്. ഇത് പിടിച്ച് ഞാൻ വരട്ടെ. എന്റെ പുരാവസ്തു ഗൈസ് വാ കാണാം. അത് പോയി നോക്കാം. ഇതുണ്ടോ കവായിൽ? നല്ല രസാണ്. ഇതിനെ എന്താ വേറൊരു പേരും കൂടി പറയുമല്ലോ. അല്ല വേറെന്തൊരു പേരും കൂടി പറയും. ഇതുകൊണ്ടോ ഗൈസ് എന്റെ പുരാവസ്തു എടുക്കുന്നത്. ചോലാന്നല്ലേ പറയുന്നേ? ഇതുണ്ടോ അവസ്ഥ. ഇപ്പൊ പുതിയ ആളായി ഗൈസ്. ചോലാന്നും പറയില്ലേ ഇങ്ങനത്തെ അരുവിനെ? കാട്ടുചോലല്ലേ? ആ യാ. നമ്മള് ചോലാന്ന് പറയുന്ന ഗൈസ് മരത്തിന്റെ ഈ ബ്രാഞ്ചസിനെ നമ്മള് ചോലാന്ന് പറയാ. ഇത് ശരിക്കും ഇതേ മാന്റെ കാൽപ്പാട്. ആറ്റുവഞ്ചിയാ? ആ ഓണായിക്കഴിഞ്ഞ ആറ്റുവഞ്ചി പൂക്കളും കാറ്റിലാടി ഉലഞ്ഞു ഈ നദീ തൻ പുളിനങ്ങൾ ചന്ദനക്കുളിരണിഞ്ഞു. കണ്ടോ ചന്ദനക്കുളിരണിഞ്ഞ് നമ്മുടെ ആറ്റുവഞ്ചി പൂക്കളാണ് ഈ നിൽക്കുന്നത്. എന്ത് രസമാണെന്ന് നോക്കിക്കുന്നേ. പക്ഷെ ഇത് പറിച്ചു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ ഇതില്ലേ ഇതിന്റെ ഈ ഇത് വേഗം തന്നെ പറഞ്ഞു വരും. അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ. ദേമി ഇതെന്താ പേരക്കാത്തോട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അയ്യോ പേരക്കാരാജൻ വരണ്ടേ? അയ്യോ പൈങ്കിളിനെ കൂട്ടി നാളെ വന്നാലോ? അയ്യോ അയ്യോ ഏത് പറിക്കും? ഇതോ അതോ? അതാ എന്റെ ചുമളി, എന്റെ ചുമളി, മുണ്ട് ചുമളി. എന്റെ കാഴ്ച ഇത് നോക്കി. യെല്ലോ പേരക്ക. അത് അവിടെ 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 മമ്മേ ജ്യൂസ് അടിച്ച് മടുക്കും. വിചാരിച്ചില്ലോട്ടോ ഇത്രയും താഴേക്ക് വരാൻ മടി നോക്ക്. ആർക്കാ മടി? കൂമ്പിടിച്ച് കാട്ടുന്നു മമ്മേനെ. ആ കാഴ്ചയാണ് കുഞ്ഞാണല്ലോ ചെറിയ ഞാനാണോ നല്ലതാന്ന് പറഞ്ഞേ? നല്ലതാ. വേഗം പറിക്ക്. എടാ ഇത് പറിക്കണം. നീ കൊച്ചേനെ നിലത്ത് ചാടി പറിക്കാൻ നിക്ക് കൊച്ചേ. നോക്ക് അമ്മച്ചി അമ്മേനെ കൊച്ചേന്നാ കഴിച്ച് വിളിക്കുന്നത്. അതാണ് ഞാൻ കൊച്ചേന്ന് വിളിച്ചത്. കൊച്ചേ വിളിക്കുന്നത് കണ്ടോ. ചീത്തയായിപ്പോയി. മക്കളത് വേഗം പറിക്കട്ടെ. പേരക്കാൻ്റെ ആർത്തിയായി. ഇതുകൊണ്ട് കാശ് ഇതെന്ത് ഷേപ്പാണ്? ഇതെന്താണിത്? തലയിലിട്ടോ.
എന്താ ഇല്ല കൊന്നില്ല നീ അത് കളഞ്ഞോളൂ. ഞാൻ അതിനെ കൊന്നമ്മേ. കട്ടുമ്പോ പറ്റി വേഗം മരുന്ന് വേഗം വേഗം മരുന്ന് തൊട്ടപാടി നിലപറിക്ക് കട്ടുമ്പോ പിടിച്ചു. സോക്സ് എനിക്ക് ഇതാണ് പെട്ടെന്നുള്ള പ്രതിവിധി മരുന്നൊക്കെ. പേടിക്കണ്ട വയലിലൊക്കെ വരുമ്പോഴൊക്കെ സാധാരണമാണ്. എവിടെയാണോ ഇവിടെയാ അവിടെ ചുമന്നു നമ്മുടെ മെത്തും കയറിട്ടോ. വലിയ ഒരു സോക്സ് ഒക്കെ ഇട്ട് വന്നയാ. സോക്സിന്റെ മോളിൽ കൂടി കടി കിട്ടി. എന്നോട് പറഞ്ഞ സോക്സ് ഇട്ടു. പേടിക്കണ്ട കുറഞ്ഞോളൂ കേട്ടോ. ആണേ പക്ഷെ പുല്ലിന് എന്ത് രസമാണ് നോക്കുമ്പോ കാണാൻ. പുല്ല് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇത്രയും രസമുള്ള നല്ല പുല്ലിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഭീകര ജീവികളൊക്കെ വരുന്നത് ഗൈസ്. നമ്മളത് പറമ്പിലൊക്കെ ഇറങ്ങുമ്പോൾ സർവ്വസാധാരണമാണ് ഗൈസ്. നമുക്ക് പറിക്കാട്ടോ. എന്റെ കാല് പന്തായതാണ് ഗൈസ്. ഇവിടുന്ന് വേറൊരു ടൈപ്പ് ഉറുമ്പ് പിടിച്ചിട്ട് എന്റെ കാല് കടിച്ചിട്ട് ഇത്രയും കൂർത്തു വന്നു. 2 കാല് ഒന്നിക്കുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഈ വയലിലൊക്കെ വരുമ്പോ പല ടൈപ്പ് പ്രാണികളൊക്കെ ഉണ്ട്. നാച്ചുറലാണ്, പേടിക്കണ്ട. അത് ഞാനേതാ ഞെക്കിയിട്ടാണ് തെറിപ്പിച്ചത്, പേടിക്കണ്ട. ഇത് കണ്ടോ ഗൈസ്. ഹായ് അമ്പാ എന്തൊരു യെല്ലോ കളർ നോക്ക്. നല്ല പഴുത്ത് നിൽപ്പുണ്ട്. മമ്മ എല്ലാ പേരയ്ക്കും പഴുത്ത് നമ്മെ നമുക്ക് ജ്യൂസ് കുടിച്ച് നമ്മള് ഒരു വഴിക്കാവും ഗൈസ്. ഹായ് നല്ല പേരക്കേൻ്റെ മണം, എന്ത് രസമാണെന്നറിയുന്ന മണം ഗൈസ്. അപ്പം നിങ്ങളുടെ വീട്ടിലും പേരക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കളയില്ല കേട്ടോ. അതൊക്കെ പറിച്ച് നിങ്ങൾ വെറുതെ എല്ലാം ജ്യൂസ് അടിച്ച് കുടിക്കുക. നന്നായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇച്ചിരി പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചൊന്ന് കുടിച്ച് നോക്ക്. എന്ത് ടേസ്റ്റ് ആയിരിക്കും. സത്യമായിട്ടും എന്ത് രസം. നമുക്ക് ഇവിടെ വെക്കാട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പേരക്കാസും കൂടി നമുക്ക് കളക്ട് ചെയ്യാം. മമ്മ മോസ്റ്റായിട്ട് പറിക്കുകയും തിന്നുമൊക്കെ ചെയ്യുന്നുണ്ട്. ഹായ് നോക്കട്ടെ മമ്മേ, ഇതുകൊണ്ടോ എത്രമാത്രം പേരക്കകളല്ലേ മമ്മേ. ഹായ് പറമ്പിന്റെ സ്ഥിതി അറിയാൻ വന്നതാണ്. ഇത്രയും വലിയ സ്ഥിതിയാണ് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ്. ഇതൊക്കെ പഴുത്താണ് കേട്ടോ. അമ്മ ഇത് പറിക്കട്ടെ. അത് പഴുത്തല്ല. ഇതോ ഇത് പഴുത്തല്ലാന്നോ? എനിക്ക് ഒരെണ്ണം തരോ? ഇതോ ഒരെണ്ണം ഇഷ്ടം പോലെ തരാന്നോ. ഒരെണ്ണം ഉണ്ടായിരുന്നില്ല തരില്ലായിരുന്നു, കൊറേ ഉണ്ട്. മോസ്റ്റ് പേരക്കാണ് ഗൈസ് കിട്ടുന്നത്. നമുക്ക് ഇതെല്ലാം പറിച്ച് എന്റെ മുണ്ടിലേക്കിടാം. അതന്നെ പേരക്ക സ്പെഷ്യലാണ് ഗൈസ് നമ്മുടെ. എന്റെ മുണ്ടിലിടണം എല്ലാരും. മുണ്ടിലിട് ഞരമ്പ് ആവണ്ട ഇട്ടോ. ഇവിടെ വരുമ്പോ ഞരമ്പ് വന്നാൽ വെട്ടും ഞാൻ. ഉറുമ്പൊന്ന് വെട്ടിയിട്ടിരിക്കുക തന്നെ. അത് പോരെ. സോക്സ് ഇട്ട ആളായില്ല എന്റെ. അതെ പറയാതെ ഞാൻ അനുഭവിച്ച് ഒരു 5 മിനിറ്റത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ദൈവമേ, ഞാൻ പച്ച വരച്ചിട്ട് വെറുതെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? എന്താ പറയുന്നത്? എനിക്കെന്താ ഒന്നും അറിയില്ല. ഞാൻ കുഞ്ഞാ ഞാന്. കുഞ്ഞാവേ ഇന്നലെ ഉണ്ടായതേ ഉള്ളൂ. പക്ഷെ സംസാരിക്കുക അത് ഇന്റലിജന്റ് ഇച്ചിരി കൂടിയതാ. ആണോ? ഇതുണ്ടോ ഈ കിളികൾ കൊത്തിയ പേരയ്ക്ക് കാഴ്ച എക്സ്ട്രാ ഒരു മധുരം ഉണ്ടാകും. അത് പച്ചയാണ് കാഴ്ച. ഈ പേരന്റെ ഒരു സ്പെഷ്യാലിറ്റി പച്ചയാണ്. ഇത് വേറെ പേരാ, ഇത് വേറെ പേരാ, അത് വേറെ പേരാ, എല്ലാം വേറെയാണ്. ഇതല്ല നമ്മുടെ പപ്പ നട്ട പേരാണ്. പാവം പപ്പ ഇപ്പൊ ഇല്ലെങ്കിലും പേരക്കൊക്കെ നമുക്ക് കായ്കൾ തരുന്നുണ്ട് കേട്ടോ. പപ്പ അപ്പൊ നമുക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ ചെയ്യുന്നത്. കണ്ടില്ലേ ഈ പേരയ്ക്ക് എത്ര വലുതായാലും കാഴ്ച പിഞ്ചാണ്, പക്ഷെ ഇങ്ങനെ ഇരിക്കുള്ളൂ. വലുതാണ് പക്ഷെ അത് മഞ്ഞച്ച് വന്നാലാണ് നമുക്ക് പഴുത്ത ഒരു മനസ്സിലാവുന്നത്. എല്ലായിടത്തും പ്രശ്നം. അവൻ തന്നെ കണ്ണു വെക്കുക, എന്നിട്ട് അവൻ തന്നെ പറയാ, അയ്യോ അതാ ഇങ്ങോട്ട് അല്ലല്ലേ അങ്ങോട്ട് നോക്കേ. അയ്യോ അതൊരു വലുതാണല്ലോ. ദൈവമേ അവിടെ കൊണ്ടിട്. നമ്മളെന്തായാലും ഫ്രൈ ആക്കും. മറ്റേ അത് തന്നെ. മമ്മേ സ്പീഡ് എടുക്കുന്നില്ല. അത് തന്നെ മമ്മ ഫുൾ മടിച്ചോ ഗൈസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സർവൈവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് വിട്ട് ആ പേരയ്ക്ക് നമുക്ക് പറ്റാം ഗൈസേ. അപ്പൊ നോക്കില്ല, നമ്മുടെ ബ്രൂക്ക് ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുൾ വെള്ളമാണ്. നമ്മുടെ പേരക്കരാജൻ എവിടെയാണ്? വരൂ, വന്ന് പറിക്കൂ. അതാ അപ്രത്യക്ഷമായി പോയോ? നമ്മുടെ പേരത്തോട്ടത്തിന് വലിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ പേരയില്
പല ടൈപ്പ് പേരക്കകളാണ് നമ്മുടെ ഈ വെള്ളപ്പേരക്കുണ്ട്, ചുമന്ന പേരക്കുണ്ട്, നീളം പേരക്കുണ്ട്, ഇത്രയും വലിയ പേരക്കുണ്ട്, ഇത്രയും കുഞ്ഞു പേരക്കുണ്ട്. മറ്റേ ആ വരിക ഒരു ഉണ്ടപ്പേരക്കാണ് അവിടെ. കടിച്ചോട്ടെ പ്ലീസ്. ഇനി പിന്നെ അത് കടിക്കരുത്. ഉണ്ടപ്പേരക്കാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ റെഡ് കളറാണ്. ഇതേപോലെ തന്നെ ഉണ്ടപ്പേരക്ക ഉള്ളില് വെള്ള കളറുള്ളത് അവിടെയുണ്ട്. ഇന്ത്യൻ മാം കിടന്ന് കാണാൻ നോക്കുന്നു. എന്റെ കാൽ കണ്ടല്ലേ ഒരു പേരക്കാറ് നല്ല രസമുള്ളൊരു അരുവിയുണ്ട്. അരുവി 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 ഇന്ത്യൻ മാമ ഇതുണ്ട്. എന്ത് രസമാണ് നമുക്ക്, നല്ല രസമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നീ അങ്ങോട്ടേക്ക് നടക്കാതെ പിടിക്കും. അതാ അങ്ങനത്തെ ഇതിന്റെ ഇടയ്ക്ക് വലിയൊരു പേരക്കാം അവിടെ. അതാ അതിന്റെ ഇടയ്ക്ക് ഇതല്ലേ വരുവാ. ഇതൊക്കെ അത് വേറെ തരം പേരാണ് കേട്ടോ. നമ്മളെ പപ്പ ഒത്തിരി ടൈപ്പ് പേരക്കൾ നട്ടിട്ട് നീണ്ടതും ചെറുതും വലുതും ഒക്കെ പല രീതിയിൽ ഇരിക്കുന്നതുണ്ടെന്ന്. ഞാനെങ്ങനെ വരും? വ്യത്യസ്ത ഭാവങ്ങളാൽ. അയ്യോ 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 ഒരു മിനിറ്റ്. അങ്ങനെയാണ് കളി. അതാ എവിടെയും ചെളി. അയ്യോ എന്താ എവലൻ റോസ് പരക്കം കൊണ്ട് പോവാന് ഗൈസ്. ഇന്ന് ഇവിടെ ഫുൾ വെള്ളാണല്ലോ അമ്മേ. എവിടെയാ? ഏതാ? അയ്യോ നമ്മുടെ കുളമായ കുളത്തിന്റെ അടുത്താണോ? കുളമായ കുളത്തിന്റെ അടുത്താണ്. അമ്പ മഴ ചാറാൻ തുടങ്ങി. വേഗട്ടെ വേഗം തലയെ കെട്ട് മൂന്നും പറിച്ചാൽ മതി. എന്നിട്ട് നേരെ നോക്ക് ഇങ്ങോട്ട്. അതേ നിനക്ക് പറിക്കണം കേട്ടോ. എന്റെ ദൈവം അത് നിറച്ച് പറിക്കാം. അത് പറിക്കും. അത് പറിച്ചിട്ട് വാ. അയ്യോ പേരക്കാരാച്ചൻ എന്തോ വേഗം പറിക്കൂ. ആരായി പേരക്കാരാജൻ. എന്റെ രാജനേ, എന്റെ രാജ വേഗം പേരക്ക പറിച്ചിട്ട് വരൂ രാജ. വരൂ രാജ. ചാടിയാ പണി കിട്ടും. ഇല്ല അതാ കുഞ്ഞാറ്റി എന്താന്നറിയോ? നോക്കതേ അതിന്റെ അടിക്ക് ഒരു പേരക്ക കണ്ടോ? എവിടേക്കാ? അയ്യോ അത് എനിക്ക് ഒപ്പാൻ പറ്റുന്നില്ല. ഒപ്പാൻ അല്ല ഇതല്ലേ? ആ ഒപ്പിച്ചു തരാം ഞാൻ. നോക്കട്ടെ, കാണുന്നില്ല. ഇതുണ്ടോ? അത് പഴുത്തോ? പക്ഷേ പിന്നെ പഴുക്കാതാണോ? പൊട്ടറാ. നമ്മുടെ അമ്മ പേരമ്പലത്തിലില്ലേ പറ്റിയ അമ്മടോ അതിന്റെ അടുത്തേക്ക് അമ്മ പോയില്ല. അയ്യോ വരൂ രാജൻ. അതങ്ങനെ അതിന്റെ തുഞ്ചത്ത് നിറച്ച് അമ്മേ നീ ആ മരത്തിൽ കയറണടാ, എങ്കിലാണത്. അത് അവിടേക്ക് പോണെങ്കിൽ നിറച്ച് ഈ അരുവികളാ. ഫുള്ളും വെള്ളാണ്, അരുവികളാണ്. ഇതൊക്കെ നോക്ക്. ഇന്ന് എന്തിനാ പല പേരക്കുള്ള വെച്ചിട്ട് പല ചൊവ വായിക്കും. ഓക്കെ പല പേരക്ക പല ചൊവ പല ചൊവ. സത്യം പറഞ്ഞ ഞെട്ടിയില്ലേ? പശുവാ. ഒന്ന് നടക്ക് കൊച്ചേ അങ്ങോട്ട്. അമ്മേ അതെങ്ങനെ പറിക്കും? അല്ലടാ അതിന്റെ അവിടുന്ന് കേറാൻ പറ്റില്ല അല്ലേ? എറിയ മമ്മക്കിട്ട് പിടിക്കും. നിന്റെ മുണ്ടിന്റെ ഉള്ളിട്, എന്നിട്ട് കെട്ടുമുണ്ട്. അത് കെട്ടി വെച്ചോ? മുണ്ടഴിഞ്ഞ് ഇല്ല. ഞാൻ പറിച്ചോളാം മമ്മേ. കടിച്ചെന്നേ ഇന്ന് എന്നെ എന്തൊക്കെയോ കടിക്കുവോ മമ്മേ? ഞാനാ? അയ്യോ കാലം കൊണ്ട് ചോട്ടാൻ പറ്റില്ല. എന്താണിത്? ഇവിടെ മൊത്തം അരുവികളാൽ സമ്പ്രദായം ഇതുണ്ടാവും. പക്ഷിയൊക്കെ തിന്നിട്ട് ഉപ്പിട്ടേക്കാണ് പേരയ്ക്ക.
കേട്ടോ. ഞാൻ അത്രയും സർവൈവ് ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഗൈസ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതുണ്ടോ ആര് പൊക്കോ. എൻ്റെ ദൈവം അങ്ങനെ പേരക്കാത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. വാവാറ്റം കൂടി കയറി പറ്റേ. ഈ വീഡിയോ ആരെടുക്കും എന്താ അറിയോ ദൈവം? ഇവിടെ നല്ല രസമില്ല, നമ്മൾ മഴ ഒന്നുമില്ല. എനിക്ക് ആവി എടുക്കുന്നു ദൈവമേ. ഇതെങ്ങനെ പറിക്കും അമ്മ? എനിക്ക് ഒരാളുടെ ഹെൽപ്പ് ചെയ്യണം. ഇവിടെ ഒത്തിരി പേരക്കുണ്ടമ്മേ. ഈ ക്യാമറ എവിടെയും തൂക്കിയിട്. എറിയണമെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കണ്ടേ പൊട്ടാ. ഇത് കണ്ടോ ഗൈസ് നിൽക്കുന്നതൊക്കെ എത്ര പേരക്കുകളാന്ന് പറയാം. മുകളിലേക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്താണ് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വരുന്നത്. ആറ്റൊരു കാര്യം ചെയ്തോ, അവിടെ നിന്ന് വീഡിയോ എടുത്താൽ മതി. അവിടെ നിന്ന് എടുത്താൽ മതി. പേരമരം ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുത്തത് ഗൈസ്. മഴയും പെയ്തു. വാവ് മോസ്റ്റ് ആണ് ഗൈസ്. ഇതെടുത്തോളൂ വേഗം. മഴ പെയ്തു. പറിച്ച് മുണ്ടിലേക്ക് ഇടാ. ഒന്നും നോക്കണ്ട. അതെ അതിന്റെ അറ്റത്ത് മോസ്. അതാ ഞാൻ പറഞ്ഞ എങ്ങനെ വരും? അയ്യോ എന്റെ കാലേ. കിളി എത്ര രസത്തിലാണ് ഇത് കൊത്തി വെച്ചേക്കുന്നത്. നല്ല പേരക്ക ആർട്ട്. അത് നമ്മളെ പേരക്ക ആണ് ഗൈസ്. എന്ത് ആണ് ഗൈസ്? അത് പേരക്ക തോട്ടം കണ്ട് നമ്മളങ്ങ് ഞെട്ടി. ഈ പൊട്ടൻ മീൻഡൻ മാമ എന്നെ പാടാൻ സമ്മതിക്കുന്നില്ല. അതാ എന്റെ ദൈവമേ, എനിക്കാണ് ഇവിടെ നിക്കാൻ പറ്റണ്ടേ. ഒട്ടിച്ചു വെച്ചിട്ടില്ല മുകളില്. കണ്ണെന്റെ മുഖത്താ. അതാ എന്റെ തലയല്ല മാറങ്ങോട്ട്. ഇവിടെ നിന്നാ തന്നെ ഇത് കണ്ടോ? ആ കണ്ടു, 3 എണ്ണം കണ്ടു. എന്തോ അതാ 2 3 ഇതാ ഒന്നാം തരം പേരക്കാണ്. ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ അവിടെ നിന്നും പറയാൻ ആർക്കാ പറ്റാത്തത്. ഇവിടെ ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങുവാ. ഇത്രേ ഉള്ളോ? ഇനി ഇതാ ഗൈസ്. അല്ലാതെ ഇപ്പതേ എനിക്ക് എത്ര ഉണ്ടകളാ നീ നോക്കി. സാധാരണ കണ്ടുള്ളൂ. എനിക്ക് 10 രൂപ. അയ്യോ പക്ഷെ ഉണ്ട് കാണു പോയി ഗൈസ്. ആ കൊമ്പിലല്ലേ? അയ്യോ കണ്ടു കണ്ടു കണ്ടു. കിട്ടിയോ? ഒന്ന് പറിക്കുന്ന കാണിക്കട്ടോ. ഇതുണ്ടോ? മഴ പോയില്ലേ? അടങ്ങൂ, അടങ്ങിയിരിക്കും. അതാ വീണതല്ല പേരക്കാരാജൻ. സാഷ്ടാണ്ഡം പ്രണാണ് നമിച്ചതാ. എന്റെ തലയും തൊട്ട് മുകളിൽ എന്താ ഉള്ളത്? ഏതാടാ? എന്റെ കണ്ണ്, കണ്ണേ, മൂക്കേ, വായേ, ചുണ്ടേ. അയ്യോ എന്തൊക്കെയോ താത്തുന്നുണ്ട്. അയ്യോ അയ്യോ എടുക്കുവാണേ. മുകളിലേക്ക് മുണ്ട വെയിറ്റ് പറഞ്ഞേ. മുണ്ടിപ്പോ പറഞ്ഞു പോവോ? പേരക്കാ വെയിറ്റാ. സോറി ഗൈസ്. അമ്മ കഴിഞ്ഞ അമ്മ എടുത്തേ. എന്റെ കൈ മുറിഞ്ഞു. അമ്പടാ. അങ്ങനെ ഇതായിരുന്നു ഗൈസ് നമ്മള് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. എന്റെ കണ്ണിലെന്താ പോയിട്ടോ. മോസ്റ്റ് ആയിട്ട് ഗൈസ്. ഇനി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടം പോലെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യണം? നാളത്തെ കഴിഞ്ഞൊക്കെയാണ് നമുക്ക് വന്ന് പറിക്കണം. വാവ് പിന്നെ ഇങ്ങനെ നനച്ചപ്പോ സന്തോഷമായി. വലിയ ആളായിട്ട് കണ്ടോ. എന്നെ കൂട്ടാതെ സോക്സ് ഇട്ടുണ്ടോ ഗൈസ്? അപ്പൊ അവർക്ക് അങ്ങനെ തന്നെ വേണം. സോക്സ് ഇട്ടത് തമ്മിലൊരു ശരി ചാറ്റാ. ദേ അവിടെ 2 എണ്ണം. വാ പോവാ. അപ്പൊ നമ്മളിനി ഓൺ ദ വേ. കണ്ടോ ഇതുണ്ടോ? ഇതുണ്ടോ? അതെ കണ്ടോ നമ്മൾ പേരക്ക കുറച്ചയ്യോ ഇതേ ബാക്കിലേക്കൊക്കെ പോയിട്ടുണ്ട്. അയ്യോ അപ്പൊ നമുക്കിത് ഇത്രയും പേരക്കുകൾ കിട്ടി. ഞാൻ മോസ്റ്റ് ഉണ്ടാവാനായിട്ട് വരികയാണ്. ഞാനാടാ ഏതാ പേരക്കാരാജൻ? അങ്ങനത്തേക്ക് വേണ്ടി ഞാനുണ്ട് ഗൈസ് ഡബ് ചെയ്ത്. 1 2 3 4 4 പേരെ ഒറ്റയടിക്ക് അടിച്ചു. പക്ഷെ കൊതുകെല്ലാം പറഞ്ഞു. അപ്പം മോസ്റ്റ് ആയിട്ടുള്ള എന്ത് അയ്യോ ഒന്നുമില്ലല്ലേ. ബോധം കെടാൻ കാത്തിരിക്കുവായിരുന്നു. ബോധം കെട്ടോളൂ. ഇതാ കണ്ടോ
പേരയ്ക്കാ വർഷം. ഓ വാ, ഞാൻ ആരായി? പേരയ്ക്കാറാണ്, പേരയ്ക്കാരാജൻ, ഞാൻ പേരയ്ക്കാരാജൻ. പേരെന്താണ് പറയൂ. ഇത് കണ്ടോ, ഞാൻ എവിടെ നിന്നാലും അവിടെയൊക്കെ പേരയ്ക്ക ഉണ്ട്. അമ്മേ ഇതിന്റെ പേരയ്ക്ക കിട്ടിയുള്ളൂ, കുറെ നോക്ക്. കിളി കൊത്തിയതാണ്, പക്ഷെ സ്ക്രബ് ചെയ്യാനും അതുപോലെ തന്നെ മോസ്റ്റാണ് ഗൈസ്. അല്ല, എനിക്ക് പേരക്കന്റെ മണം ഭയങ്കര ഇഷ്ടം. ഈ പേരക്കന്റെ സ്പ്രേ ഉണ്ട്, നിങ്ങൾ എനിക്ക് തരണേ. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം പേരക്കന്റെ മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര സ്മെല്ലാണ്. കാരണം അതിനെ വെല്ലുന്ന മണം വേറെ ഇല്ല, അത്രയ്ക്ക് സ്മെല്ലാണ് ഈ പേരക്കയ്ക്ക്. അല്ലേ? അതെ, കുട്ടിമണി കിടന്ന് കുറയ്ക്കുന്ന കേട്ടോ. ശിക്ഷയാണ് അവനെ നമ്മൾ കൊണ്ടുവന്നില്ല. ഞാൻ വിളിച്ചപ്പം അങ്ങോട്ട് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് കൊടുന്ന് അറിയില്ല, വിളിച്ചിട്ടൊന്നുമില്ല. അപ്പം പറയാം താഴെ കൊണ്ടാവില്ല. വന്നാ പക്ഷെ വൈബായെന്നേനെ. അവൾ പിടിക്കാൻ വേണ്ടി ചവിട്ടി പൊട്ടിക്കരുത്. മോശമാണ് കാശ്, മോശമാണ്. തലേ തലേ ബെച്ച് തലേ 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 ബെച്ച് തലേ ബെച്ച് തലേ തുപ് തപ് തപ് ദുപ് ത തുപ് തപ് തപ് ദുപ് ത. ബാക്കിയില്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ പേരക്കകൾ. ഞാൻ തിന്നാൻ നോക്കട്ടെ, മാറിക്ക്. ഗായ്സ്, അങ്ങനെ നമ്മൾ പേരക്ക നോക്കി നോക്കി നമ്മുടെ അമ്മ പ്ലാവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അമ്മ അതാ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല രസമുള്ള പേരക്ക. എൻ്റെ ദൈവം ഇത് കടിച്ചപ്പോഴേക്കും കണ്ടോ നല്ല റോസ് കളറിലിട്ടോ. അത് മധുരം ഒരു രക്ഷയില്ല. പേരക്ക കുറച്ച് കുറച്ച് തന്നെ വാങ്ങിൻ്റെ അടിയും മൂങ്ങി കേട്ടോ. അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വയലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. നമ്മൾ പക്ഷേ പ്ലാവിൻ്റെ അടുത്ത് പോയിട്ട് പറ്റിയത് നഖം പൊട്ടി അമ്മ കോല് കയറി. ദൈവമേ, അയ്യോ നല്ല നഖമായിരുന്നു മമ്മേ. പേടിക്കണ്ട, പെയിനൊന്നുമില്ല, പെയിനില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേദന എടുക്കുക കണ്ടിട്ട്. അയ്യോ പൊട്ടിയത് ബ്ലഡ് വന്നു ഓർത്തുപോയി ഞാൻ. അമ്മപ്ലാവിന്റെ അടുത്തേക്കാ പോകുന്നേ. നമ്മുടെ പൂച്ച മീശ, നമ്മുടെ കുഞ്ചിരീന്റെ മീശ പോലില്ലേ ശരിക്കും. നീല വെള്ളം കേട്ടോ. വൈറ്റാ ഇതിന്റെ കേസ് ഒരുപാടുണ്ട് കേട്ടോ. ഉജാലനെ ഈ പ്ലാന്റ് കൊമ്പാരോടിച്ചേ. അയ്യോ നോക്കി, ഇല്ലില്ല ഒന്നും ഇല്ല. ഇത് ഈ അടുത്താരോ ഓടിച്ചാണല്ലോ. അയ്യോ ഈ പ്ലാവ് മൊത്തം മമ്മേ, ഈ പ്ലാവിലെ ചക്കയൊക്കെ എവിടെ? ചീത്തയായി പോയോ? എൻ്റെ ദൈവമേ ഗായ്സേ, നമ്മൾ ഇടയ്ക്കൊന്നും നോക്കാത്ത കഷ്ടമായി. കണ്ടോ ചക്കയെല്ലാം ഗായ്സേ വീണ് പോയി ഗായ്സേ. ദൈവമേ എത്ര ചക്ക ഉണ്ടായിരുന്നു. നിങ്ങൾ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. കണ്ടില്ലേ പ്ലാവ് അടക്കപ്പോൾ ഉണങ്ങി പോകാനായി. ദൈവമേ മാഷേ, എനിക്കറിയില്ല എന്താ പറയണ്ടെന്ന്. ഇത് ഈ പ്ലാവിലെ ചക്കകളും അതേ ഗായ്സേ. അമ്മ നമുക്ക് നാളെ വന്ന് ഈ ചക്കയൊക്കെ പറിക്കാം കേട്ടോ. കേട്ടോ അമ്മേ, നാളെ വന്നിട്ട് ഈ ചക്കയൊക്കെ പറിച്ചോണ്ട് പോവേ. അപ്പൊ നാളെ നമുക്കൊന്നും കൂടി വരേണ്ടതായിട്ടുണ്ട് ഗൈസ്. ഇല്ല മമ്മേ, അപ്പൊ പ്ലാവൊക്കെ നമ്മൾ വന്ന് കണ്ടു. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അത്യാവശ്യം പേർക്ക് ഒന്ന് വയറ് നിറച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നാളെ വീണ്ടും ചക്ക പറിക്കാൻ വേണ്ടി വരും അല്ലേ? കൂട്ടി വരും. യെസ് ഗൈസ്, അപ്പൊ നമുക്ക് ഓൺ ചെയ്യാം, വീട്ടിലേക്ക് പോകാം. അപ്പൊ ഇഷ്ടപ്പെടാൻ മോസ്റ്റ് പേരൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കഴിച്ചാ. പെണ്ണാള അമ്പളി കണ്ണാള. റെഡി